തൊഴിൽ പീഡന പരാതി നൽകിയ ജീവനക്കാരിയെ പുറത്താക്കിയ നടപടി റദ്ദാക്കിയെന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മ അറിയിച്ചു. ജീവനക്കാരെ പുറത്താക്കിയ നടപടി തെറ്റാണെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ വ്യക്തമാക്കി. കുക്കു പരമേശ്വരനെതിരെ നടപടി ഉണ്ടാകില്ല. ഉണ്ണി ശിവപാലിന് നിർബന്ധിത അവധി നൽകിയെന്നും അമ്മ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള അൻസിബിയുടെ രാജി സ്വീകരിച്ചുവെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. അമ്മേന്ന് പോയ സ്റ്റാഫിന്റെ ടെർമിനേഷൻ നമ്മൾ റിവോക്ക് ചെയ്തു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ട്രഷറർ ഉണ്ണീനെ നമ്മൾ ലീവിലേക്ക് പോകാനുള്ള ജനറൽ ബോഡി വരയ്ക്കുമുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഫെബ്രുവരി 21 അൻസിബ ഹസൻ നമുക്ക് റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ EC-യിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഉണ്ണീനെ മാത്രം ലീവിൽ എടുക്കുന്നത് ബിക്കോസ് അത് കംപ്ലൈന്റ് അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ടെർമിനേഷൻ റിവോക്ക് ചെയ്തത്. ബിക്കോസ് അത് ഒരു തെറ്റായ നടപടിയായിരുന്നു എന്ന് നമ്മൾ എല്ലാവർക്കും തോന്നുന്നു. കുക്കുന്റെ കാര്യം ഇതില്ല. അത് ഉണ്ണീന്റെ പ്രശ്നം ഉണ്ണിയും ായിരുന്നു. ആൻഡ് ബാക്കി നമ്മുടെ കോടതി ജനറൽ ബോഡി. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേർന്നിട്ട് കൂടുതൽ വിവരങ്ങളുമായി. ആൻ, അമ്മയിൽ ഇന്ന് ഭാരവാഹി യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രസിഡന്റ് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായ പരാതി, അതുമായി ബന്ധപ്പെട്ട് എടുത്ത നടപടി, അത് റദ്ദാക്കി എന്ന് മാത്രമല്ല, അത് ശരിയായില്ല എന്ന നിലപാടിലേക്കും അമ്മ വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഏത് രീതിയിൽ ചർച്ചയായി? വിശദാംശങ്ങൾ. പ്രജിൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പരാതി ഉയർന്നു വരുന്നത്. അത് അമ്മയിലെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. പോലീസിലാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകുന്നത്. തൊഴിൽ പീഡനം എന്നായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഇതിൽ പ്രതികാര നടപടി എന്ന വണ്ണം തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നുമായിരുന്നു ഉയർന്നു വന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത്. അത് ട്രഷറർക്കെതിരെയാണ് പരാതി. അത് ഉണ്ണി ശിവപാലാണ് ഈ ട്രഷറർ എന്ന് പറയുന്നത്. ഇതിലാണ് ഇപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ പറയുന്നത് ഈ പുറത്താക്കിയ, അതായത് പരാതിക്കാരി പുറത്താക്കിയ നടപടി റദ്ദാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നടപടി തെറ്റാണ് എന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി റദ്ദാക്കിയിരിക്കുന്നത് എന്നും പറയുന്നു. ഈ പോലീസ് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ട്രഷററായിട്ടുണ്ടായിരുന്ന ഉണ്ണി ശിവപാലിനോട് നിർബന്ധിതമായിട്ടുള്ള അവധിയിൽ പ്രവേശിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു കാര്യം പറയുന്നത്, മാർച്ച് 6 ശ്വേതാ മേനോന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ലഭിക്കുന്നത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ചേർന്നതിന് ശേഷം അതിലൊരു നടപടിയും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്നാണ് അതിനുശേഷം ചേരാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. മറ്റൊന്ന്, ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അൻസിബ രാജിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നും ശ്വേതാ മേനോൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രജി, ശരി. ആൻ മരിയ സണ്ണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.